ഭാര്യാഭർത്താക്കന്മാരായ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ മുന്നിലുള്ള ആൾക്കാരുടെ അടുത്ത് ഇപ്പം നമ്മുടെ ഉമ്മൻ്റെ അടുത്ത് ഉപ്പൻ്റെ അടുത്ത് സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് ബ്രദേഴ്സിൻ്റെ അടുത്ത് ഫ്രണ്ട്സിൻ്റെ അടുത്ത് എല്ലാം തന്നെ ഇപ്പം ഞാൻ ഭർത്താവാണെങ്കിൽ എനിക്ക് എൻ്റെ ഭാര്യയുടെ മുന്നിൽ ഞാൻ എങ്ങനെയാണെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ നല്ല ഭർത്താവായിട്ട് എനിക്ക് എന്തും പറയാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ എൻ്റെ ഭാര്യയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ മുന്നിൽ അവൾ നല്ലതാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ നല്ല ഭാര്യയായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൺവിൻസ് ചെയ്യാൻ പറ്റും. ഇതെല്ലാ മനുഷ്യനും പറ്റുന്ന കാര്യമാണ്. ഇങ്ങനെ പല ആൾക്കാർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇത് അങ്ങനെ പറഞ്ഞ് ചെയ്യുന്നതാണ് സത്യത്തിൽ നമ്മുടെ പാർട്ണറെ സംബന്ധിച്ചുള്ള അവർക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പെയിൻ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഴുവൻ സമയത്തെക്കുറിച്ച് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെടുത്ത് ചോദിക്കുക തന്നെ ചെയ്യും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അതിൽ ആദ്യത്തെ കാര്യം നിസ്കാരമാണെന്ന് നമുക്കറിയാം. എൻ്റെ ചോദ്യം നാളെ അല്ലാഹ് നമ്മളെടുത്ത് ചോദിക്കും, ഒരു ഭർത്താവിനോട് ചോദിക്കും, നിൻ്റെ ഭാര്യയോടുള്ള ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിച്ചോ, അവൾക്ക് നീ സംരക്ഷണം കൊടുത്തോ, നിൻ്റെ മക്കളോടുള്ള കടമകൾ നീ പൂർത്തീകരിച്ചോ, അതുപോലെ തിരിച്ച് ഭാര്യയോടും നിൻ്റെ ഭർത്താവിനോടുള്ള കടമകൾ നീ പൂർത്തീകരിച്ചോ, ഭർത്താവിന് വേണ്ട കാര്യങ്ങൾ നീ ചെയ്തു കൊടുത്തോ, നിൻ്റെ മക്കൾക്കുള്ള കാര്യങ്ങൾ ചെയ്തു. ഇവിടെ നമ്മൾ എന്ത് മറുപടി പറയും? അപ്പോൾ എൻ്റെ ചോദ്യം, നാളെ അള്ളാഹിനോട് മറുപടി പറയേണ്ട ഒരു വിഷയമാണിത്. ഇത് ചെറിയ കാര്യമൊന്നുമല്ല. അതാണ് കുറച്ച് ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് അവർ ഒരു പെണ്ണിൻ്റെ വാപ്പ ഒരു ചെക്കൻ്റെ കയ്യിൽ കുട്ടിനെ ഏൽപ്പിക്കുമ്പോൾ അവിടെ അതൊരു ഇബാദത്താണ്. നിസ്കാരം പോലെ ഒരു ഇബാദത്താണ് നടന്നിട്ടുള്ളത്. അപ്പോൾ വലിയൊരു ഉത്തരവാദിത്തം നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. നാളെ അള്ളാഹ് നമ്മളോട് ചോദിക്കുക തന്നെ ചെയ്യും. അപ്പം അള്ളാഹിൻ്റെ മുന്നിൽ നല്ല മറുപടി പറയാൻ എനിക്ക് പറ്റുമെന്ന കോൺഫിഡൻറ്റിൽ വേണം നമ്മൾ ജീവിക്കാൻ.